السلام عليكم ورحمة الله تعالى وبركاته. عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم: إذا أراد الله بعبده الخير أجل له العقوبة في الدنيا، وإذا أراد الله بعبده الشر أمسك عنه بذنبه حتى يوافي به يوم القيامة. ബഹുമാനികളെ, ഓതിക്കേൾപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ളതായ നിവേദനയാണ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, ഒരു അടിമക്ക് അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, ദുനിയാവിൽ തന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിലേക്ക് നൽകുമെന്നുള്ളതാണ്. നമ്മൾക്കറിയാം, ഒരുപാട് ചെറിയ പ്രായത്തിൽ തന്നെ രോഗികളായി പെട്ടെന്ന് മരണപ്പെട്ടു പോവുക, പെട്ടെന്നുള്ളതായ മരണങ്ങൾ സംഭവിക്കുക, കൂടുതൽ കാലം രോഗത്തിലായി തന്നെ തൻ്റെ ജീവിതം കഴിഞ്ഞ് കൂടുക, ഇതുപോലത്തതായ പെട്ടെന്നുള്ളതായ മരണങ്ങളും പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടായി ഒരുപാട് കാലം രോഗത്തിലായി തന്നെ കഴിയുന്നതായൊരു സാഹചര്യം. ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ രോഗിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനേക്ക് ഖൈറാണ് ഇവിടെ ലഭിക്കുന്നത്. ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായ തെറ്റ്, ആ തെറ്റുകൾക്ക് ശിക്ഷ ലഭിക്കുമെന്നതിൽ സംശയമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാതെ നമ്മൾക്കുള്ളതായ ദോഷങ്ങൾ അവശേഷിച്ചു കഴിഞ്ഞാൽ ആ ദോഷത്തിലേക്ക് ശിക്ഷ ലഭിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ ശിക്ഷ ഒന്നൊരിക്കൽ ഭൂമി ലോകത്ത് അല്ലാഹു തആല നൽകും, അല്ലെങ്കിൽ മഹ്ശറയിൽ അല്ലാഹു തആല നൽകും. അപ്പോൾ ഒരു അടിമക്ക് ഖൈറായ കാര്യത്തിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു തആല ഭൂമി ലോകത്ത് തന്നെ അദ്ദേഹത്തിനേക്ക് ശിക്ഷ നൽകുമെന്നുള്ളതാണ്. ഇവിടെ നൽകുന്നതായ ശിക്ഷ നരകത്തിലുള്ളതായ ശിക്ഷയല്ല. എന്നാൽ ഇതുപോലെ രോഗങ്ങൾ നൽകിയോ അതുമൂലം ഉള്ളതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ അനുഭവിച്ചു കൊണ്ടുള്ളതായ ശിക്ഷകളാണ്. ആ രീതിയിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷകൾ നൽകുന്നത്. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, ഒരു അടിമക്ക് ശർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അംസിക അൻഹു ബിദംബിഹി, അദ്ദേഹത്തിനെ തൊട്ട് അദ്ദേഹം ചെയ്തു പോയതായ ദോഷങ്ങൾ അങ്ങനെ തടഞ്ഞു നിർത്തും. ഹത്താ യുവാഫി ബിഹിൽ യൗമൽ ഖിയാമ, അന്ത്യ ദിവസമാകുന്നതുവരെ അദ്ദേഹത്തിന്റെ ദോഷത്തിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തടഞ്ഞു നിർത്തുകയാണ്. അതിനേക്ക് ഇവിടെ ഒന്നും ശിക്ഷ നൽകൂല, പിന്നീടാണ് അദ്ദേഹത്തിന് ശിക്ഷ നൽകുന്നത്. ഈ രീതിയിലാണ് ഒരു മനുഷ്യനെ അല്ലാഹു തആല ഖൈറും ശർറും ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു അടിമക്ക് ഖൈർ അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിനേക്ക് ശിക്ഷ നൽകുമെന്നുള്ളതാണ്. ഇനി ഒരു അടിമക്ക് ശർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനേക്ക് അന്ത്യ ദിവസമാകുന്നത് വരെ അദ്ദേഹത്തിന്റെ ദോഷം, അതിനേക്കുള്ളതായ ശിക്ഷ ഇവിടെ പിടിച്ചു നിർത്തുകയും പിന്നീട് അദ്ദേഹത്തിനേക്ക് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുകണ്ട് പരിപൂർണമായ ശുദ്ധിയായ രീതിയിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൽ ജീവിക്കാൻ അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.